ഇവിടെ മറ്റൊരു സുപ്രധാന കാര്യം മനസ്സിലാക്കുവാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല വമാതു വഹും കുഫാർ എന്ന് പറഞ്ഞപ്പോൾ കുഫാറുകളായി മരണപ്പെടുക എന്ന ആശയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ മരണസമയം വരേക്കും ആളുകൾക്ക് അവസരമുണ്ട്, തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യവുമുണ്ട്. എന്തിന്? നന്നാവാൻ, മനസ്താപമുള്ളവരാകാൻ, പശ്ചാത്തപിക്കുവാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ, കാരുണ്യത്താൽ ഓരോ വ്യക്തികൾക്കും തൗബയുടെ സമയം അവർ മരണാസന്നമാകുന്നത് വരേക്കും നീട്ടിയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഏതൊരു ദാസനും തനിക്കിനിയും നാളുകളുണ്ട്, നിശ്വാസങ്ങളും സമയങ്ങളുമുണ്ട്, നാളെയാകാം, മറ്റന്നാളെയാകാം, പിന്നെ ഒരിക്കലാകാം എന്ന് പറഞ്ഞ് മടങ്ങുന്നതിനെ, മനസ്താപം വരിക്കുന്നതിനെ, പശ്ചാത്തപിക്കുന്നതിനെ പിന്തിപ്പിക്കാൻ പാടുള്ളതല്ല. അവനറിയില്ല ഒരിക്കലും അവൻ്റെ മരണസമയം എപ്പോഴാണെന്ന്. ഈ ദുനിയാവിൽ അവസാന നിശ്വാസം അതോ എപ്പോൾ, എന്ന് എന്നത് ആർക്കും അറിവില്ലാത്ത വിഷയമാണ്. അതുകൊണ്ട് തന്നെ തൗബയെ നീട്ടിയിടുക, അതിൽ അമാന്തിക്കുക എന്നുള്ളത് ഒരിക്കലും ഭൂഷണമല്ല. അത് നമ്മൾ അനിവാര്യമായി അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ ഈ ഒരു ഔദാര്യം ഇവിടെ നമുക്ക് വായിക്കാനുണ്ട്. ഈ പ്രയോഗത്തിൽ നിന്ന് മരണസമയം ആകുന്നത് വരേക്കും ഓരോരുത്തരും നന്നാവാനും പശ്ചാത്തപിക്കാനും അവസരമുണ്ട്. ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗിർ. അള്ളാഹു ഒരു ദാസൻ്റെ തൗബ കബൂലാക്കും അവൻ ഗർഗറ പറയാത്ത കാലത്തോളം. എന്ന് പറഞ്ഞാൽ മരണത്തോടടുത്ത് ശ്വാസം ചങ്കിൽ കെട്ടുമ്പോഴുള്ള ശബ്ദമാണ് ഗർഗറ. ചില നിവേദനങ്ങളിൽ കാണാം, മൻ താബ ഇലല്ലാഹ് ഖബ്ല അൻ യുഗർഗിർ ഖബിലല്ലാഹു മിൻ. ഗർഗറ പറയുന്നതിന് മുമ്പ് അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ അള്ളാഹു അവനിൽ നിന്ന് ആ മടക്കം സ്വീകരിക്കും, പശ്ചാത്താപം അള്ളാഹു കബൂലാക്കും എന്ന്. അപ്പോൾ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ ഈ ഒരു പ്രയോഗം ഇന്നല്ലദീന കഫറു വമാതു വഹും കുഫാർ എന്ന പ്രയോഗം ഓരോരുത്തർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗബക്ക് നിശ്ചയിച്ച സമയത്തെ അറിയിക്കുന്നു. തനിക്കുള്ള അവസരം നഷ്ടപ്പെടുന്നതിന് മുമ്പ് തൗബ ചെയ്ത് ഓരോരുത്തരും അള്ളാഹുവിലേക്ക് മടങ്ങണം. ആ മടക്കത്തെക്കുറിച്ചുള്ള ആലോചന അത് ഓരോരുത്തരും പെട്ടെന്നാക്കുകയും വേണം. ഇന്ന തൗബത മിനദ്ദംബി അന്നദമു വൽ ഇസ്തിഗ്ഫാർ. തെറ്റു വന്നാൽ തൗബ അത് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടാണ്, പാപമോചനത്തേട്ടം നടത്തിക്കൊണ്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. അങ്ങനെ ഖേദിച്ചും തെറ്റിൽ വിഷമിച്ച് വേദനിച്ച് ഒപ്പം അള്ളാഹുവിനോട് പാപമോചനത്തേട്ടം നടത്തി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ആത്മാർത്ഥമായി ചൊല്ലി തൗബയെ സത്യസന്ധമാക്കുക, പശ്ചാത്താപത്തെ നിഷ്കപടമാക്കുക. ഇതാണിവിടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്, പ്രത്യേകം വായിക്കുവാനുള്ളത്.